RYFന്റെ പ്രവർത്തകർ, RYFന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്, സ്കൂളിന്റെ വാതിലിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സുഭാഷ് കല്ലട അടക്കമുള്ള ആൾക്കാർ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവരെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. RYFന്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നത്, സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു കാരണവശാലും പ്രവർത്തകർ അകത്തേക്ക് കടക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു പോലീസിനുണ്ടായത്. എന്നാൽ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ പോലീസ് ഗേറ്റ് മുന്നിലേക്ക് പോകുന്നത്. RYFന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ വളരെ ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു പ്രവർത്തകരെങ്കിൽ ഇപ്പോൾ പ്രവർത്തകർ വലിയ ബാരിക്കേഡ് ചാടിക്കിടന്ന് പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പോലീസ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു നീക്കം. നേരത്തെ യുവമോർച്ച പ്രവർത്തകരുടെയും AVP പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായതും അത്തരത്തിലൊരു നീക്കമായിരുന്നു. ഇപ്പോൾ RYFന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ, RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണു മോഹൻ അടക്കമുള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണു മോഹൻ അടക്കമുള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സംഘർഷം. RSPക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ചവറ, കുന്നത്തൂർ പോലെയുള്ള പ്രദേശങ്ങൾ. ആ പ്രദേശത്തെ ഒരു സമരമാണ്. ആ പ്രദേശത്തെ ഒരു സ്കൂളിൽ നടന്ന വിദ്യാർത്ഥിയുടെ മരണമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി കുറച്ച് പ്രവർത്തകർ കൂടി അവിടേക്ക് എത്തി നിൽക്കുന്നു. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. സാധാരണ ഒരു സമാധാനപരമായി ഒരു പ്രതിഷേധം പോകും. ആ ബാരിക്കേഡിന്റെ മുകളിൽ മാത്രം കയറിയിരുന്ന ആ പ്രതിഷേധം അവസാനിക്കും. പിന്നീട് ഒരു ഉദ്ഘാടന ചടങ്ങോടുകൂടി ആ പരിപാടി അവസാനിക്കുമെന്ന് കരുതിയാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്ന സമയത്തും സമാനമായ രീതിയിൽ മറുഭാഗത്ത് കൂടി AVP പ്രവർത്തകർ വന്ന് ആ ഗേറ്റിന് മുന്നിലേക്ക് എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. അതിന് സമാനമായ രീതിയിൽ അപ്രതീക്ഷിതമായി RYFന്റെ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് മുന്നോട്ട് വരികയായിരുന്നു. RYFന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ ആദ്യം ആ ബാരിക്കേഡ് ചാടിക്കടന്ന് മുന്നോട്ട് പോകുന്നു. തൊട്ടു പിന്നാലെ മറ്റുള്ള പ്രവർത്തകർ കൂടി അവിടേക്ക് ആ ബാരിക്കേഡ് കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നീട് RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. അവരെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ഇനി ചുരുക്കം ജില്ലാ പ്രവർത്തകർ മാത്രമാണ് ബാരിക്കേഡിന് വെളിയിലുള്ളത്. അവരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം ഇപ്പോഴും തേവലക്കര ഗവൺമെന്റ് തേവലക്കര ഹൈസ്കൂളിന്, ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ ഇപ്പോഴും തുടരുകയാണ്. തേവലക്കരയിൽ RYFന്റെ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ ബാരിക്കേഡിന് മുകളിലൂടെ മറുഭാഗത്തേക്ക്, സ്കൂളിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ബലം പ്രയോഗിച്ചാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നത്. അവരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത്. അതേസമയം മറുഭാഗത്ത് പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കുകയാണ്.